KPA മനാഫ് രചിച്ച് സലാം വീരോളിയുടെ സംഗീതത്തിൽ കണ്ണൂർ ഷെരീഫ് ആലപിച്ച് ഗിഫ്റ്റ് ആൻഡ് ഗിഫ്റ്റിന്റെ സ്പോൺസർഷിപ്പിൽ ഒരുക്കിയ ജന്നമ്മ എന്ന മാപ്പിളപ്പാട്ടിന്റെ ഓഡിയോ പ്രകാശനം ഗ്രന്ഥകാരനും ജീവകാരുണ്യ പ്രവർത്തകനുമായ ബഷീർ തിക്കോടിക്ക് നൽകിക്കൊണ്ട് മൊയ്തു എരഞ്ഞോളിക്കണ്ടി നിർവഹിച്ചു. സർഗാത്മകതയുടെ ഒരു പ്രകാശ വിസ്മയം കൊണ്ട് ഈ അടുത്ത കാലത്ത് ഞാൻ കേട്ട ഏറ്റവും ഭാവസുന്ദരമായ ഭാഷാപരമായി അത്രമേൽ ആഴമുള്ള ഒരു പാട്ട് അത് പാടിയിരിക്കുന്നത് കണ്ണൂർ ഷെരീഫാണ്. അതിന് സംഗീതം നൽകിയിരിക്കുന്നത് ഈ പ്രിയപ്പെട്ട എൻ്റെയും കൂടെ സുഹൃത്തായ സലാം വിരോളിയാണ്. വളരെ ലാളിത്യമുള്ളൊരു സംഗീതം കൊണ്ട് നമ്മെ തൊട്ട് തഴുകി തലോടി പോകുന്ന ഒരു സംഗീതം കൊണ്ട്. പക്ഷേ ഇത്തരം കർമ്മങ്ങളൊക്കെ ചെയ്യാൻ നമുക്ക് എല്ലുറപ്പ് നൽകുന്നത്, ധൈര്യം നൽകുന്നത്, ഇതിന് വരുന്ന ഭാരിച്ച ഒരു സാമ്പത്തിക ചെലവുണ്ട്. അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചേർന്ന് നിൽക്കുകയാണ്. അതിൽ ലാഭമൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല. ഒരു കർമ്മം ചെയ്യുമ്പോൾ എൻ്റെ ഒരു വിഹിതം അവിടെ കിടക്കട്ടെ എന്ന് പ്രഖ്യാപിക്കുന്ന ഇതിൻ്റെ സ്പോൺസർ പ്രിയപ്പെട്ട മൊയ്തു എരഞ്ഞോളിക്കണ്ടി. ഇതൊക്കെയാണ് ഈ കാലത്ത് ജലാലുദ്ദീൻ റൂമി പറഞ്ഞതുപോലെ എവിടെയൊക്കെയോ ഒരു തിരി വെളിച്ചം കെടാതെ കത്തി നിൽപ്പുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ചടങ്ങിൽ VK നാസർ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. തണലൊരുക്കാം നമുക്ക് കനലരിയും മനസ്സുകളിൽ എന്ന വിഷയത്തെ ആസ്പദമാക്കി ബഷീർ തിക്കോടി മുഖ്യ പ്രഭാഷണം നടത്തി. കവികളും എഴുത്തുകാരും സാഹിത്യ നായകന്മാരും ഒക്കെ ഉറക്കെ പറയുന്ന ഒരു കാര്യം ജീവിതത്തിന്റെ അനശ്വരതയെ കുറിച്ചാണ് കേട്ടോ. അതൊരു ആകാശ വിസ്തൃതി പോലെയാണ് ജീവിതം എന്ന്. പക്ഷേ അത് അനശ്വരമല്ല എന്നും അത് നശ്വരമാണ് എന്നും അത് നന്നേ ചുരുങ്ങിയ ഒരു ഇടമാണ് എന്നും നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട് മനാഫ്ക ഈ പാട്ടിൽ. രണ്ടാം ലോക മഹായുദ്ധം, ഒരു പട്ടാളക്കാരൻ, അതിൽ പങ്കെടുത്തൊരു പട്ടാളക്കാരൻ അമ്മയ്ക്കൊരു കത്തെഴുതുന്നുണ്ട്. അമ്മേ, എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഈ യുദ്ധത്തിൽ അവൻ്റെ 2 കാലുകളും നഷ്ടപ്പെട്ടു പോയി, അവൻ്റെ ഒരു കൈയും നഷ്ടപ്പെട്ടു പോയി. അമ്മേ, ഞാൻ അവനെ നമ്മളെ വീട്ടിലേക്ക് കൂട്ടട്ടെ, അവൻ ആരുമില്ല. അപ്പോൾ ആ അമ്മ പറഞ്ഞു, 2 കാലും 2 കൈയുമുള്ള ഒരു മനുഷ്യനെ പോലും ഈ കാലത്ത് നമുക്ക് നോക്കാൻ കഴിയില്ല മോനെ. അതുകൊണ്ട് അത്തരമൊരു കാര്യത്തിന് നീ മുതിരരുത്. അപ്പൊ ആ മകൻ പറഞ്ഞു, എന്നാ പിന്നെ അച്ഛന് കൊടുക്കുമെന്ന് പറഞ്ഞു. അച്ഛനോടും ഈ മകൻ റിക്വസ്റ്റ് ചെയ്തു. എൻ്റെ ഏറ്റവും അടുത്തൊരു സുഹൃത്താണ്, പക്ഷേ 2 കാലും അവന്റെ യുദ്ധമുഖത്ത് വെച്ച് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, കൈയുമില്ല അച്ഛ, ഒരു കൈ കൊണ്ട് മാത്രമാണ് അവൻ ജീവിക്കുന്നത്, അവനെ നമുക്ക് നോക്കിക്കൂടെ, അവൻ ആരുമില്ല. അച്ഛനും പറഞ്ഞു, ഏതെങ്കിലും ഒരു പെയിൻ ആൻഡ് പാലിയേറ്റീവിലോ ഒരു വൃദ്ധസദനത്തിലോ കൊണ്ടുപോയിട്ട് തള്ള്, നീ അത്തരം ഉത്തരവാദിത്തങ്ങളൊന്നും ഏറ്റെടുക്കരുത് മോനെ, നീ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരൂ, നിന്നെ കാണാൻ അമ്മയ്ക്കും അച്ഛനും ആഗ്രഹമായി എന്ന്. ഒരു ദിവസം കഴിഞ്ഞിട്ട് ഒരു കോള് വരികയാണ് ഈ അച്ഛനും അമ്മയ്ക്കും, നിങ്ങളുടെ മകൻ ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തിട്ടുണ്ട്, ഉടനെ തന്നെ ആശുപത്രിയുടെ മോർച്ചറിയിലേക്ക് വരണം. ആ അമ്മയും അച്ഛനും ആ മോർച്ചറിയുടെ വാതിൽ കടന്ന് പോയപ്പോൾ അത്രയൊന്നും കട്ടിയില്ലാത്ത ഒരു വെള്ള പുതച്ചിട്ട് ആ മകൻ കിടക്കുമ്പോൾ ആ മകൻ മരിച്ച വേവലാതിയിൽ ആ തുണി ആ അമ്മ ഇങ്ങനെ മാറ്റുമ്പോൾ അവന് 2 കാലും ഉണ്ടായിരുന്നില്ല, ഒരു കയ്യും ഉണ്ടായിരുന്നില്ല. അവൻ തന്നെയാണ് ഈ 2 കാലും കയ്യുമില്ലാത്ത എന്നെ എൻ്റെ അച്ഛനും അമ്മയും എങ്ങനെയാണ് നോക്കുക എന്ന് പരീക്ഷിക്കുകയായിരുന്നു. അവിടെ ചെന്നിട്ട് നേരത്തെ ഞാൻ വിളിച്ചപ്പോൾ അച്ഛനും അമ്മയും പറഞ്ഞതുപോലെ തന്നെ ഞാനൊരു ഭാരമാകും എന്ന് അവന് തോന്നിയതുകൊണ്ടാണ് അവൻ ആ കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തത്. ചടങ്ങിൽ KPA മനാഫിനെ ആദരിച്ചു. ഇവിടെ ഗാനത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഗാനം എഴുതിയതോ പാടിയതോ ഒന്നുമല്ല പ്രസക്തം, അത് സമൂഹം ഏറ്റെടുക്കുമ്പോഴാണ് അത് പ്രസക്തമാകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആ ഗാനം ഏറ്റെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടും എനിക്കിവിടെ നൽകിയ ഈ മഹിതമായ വേദിയിലും സദസ്സിലുമുള്ള സഹോദരന്മാരും സഹോദരിമാരും ഉൾപ്പെടെയുള്ള ഈ സദസ്സ് നൽകിയ ആദരത്തിന് ഹൃദയംഗമായ രീതിയിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഫൈൻ കെയർ ഇബ്രാഹിം ഹാജി, മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് M അബ്ദുൾ സലാം, സിദ്ദിഖ് വടകര, വാർഡ് മെമ്പർ റിഷാദ് മാസ്റ്റർ, അമൽ അശോക്, സാജിദ് അലങ്കാർ, ഇസ്ഹാഖ്, നസീർ CK, ഹമീദ് വടക്കയിൽ എന്നിവർ ആശംസകൾ നേർന്നു സംസാരിച്ചു. സാബിദ് KK സ്വാഗതവും ജംഷാദ് മാസ്റ്റർ നന്ദിയും പറഞ്ഞു.